മറ്റൊരു വാർത്തയിലേക്ക്. കേരള യൂണിവേഴ്സിറ്റിയിൽ രജിസ്ട്രാറെ ഒഴിവാക്കി വീണ്ടും വിസിയുടെ നടപടി. രജിസ്ട്രാർ അനിൽകുമാറിനെ മാറ്റി നിർത്തി വിസി മോഹനൻ കുന്നുമ്മൽ യോഗം വിളിച്ചു. ഓൺലൈനായാണ് സർവകലാശാലയുടെ സെന്റർ ഫോർ ഗ്ലോബൽ അക്കാദമിയുടെ യോഗം ചേർന്നത്. വിജിൻ വായാന്തോടുണ്ട് വിവരങ്ങൾ നൽകാനായി. വിജിൻ, വിസി രജിസ്ട്രാർ പോര് രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോവുകയാണല്ലേ മോഹനൻ കുന്നുമ്മൽ? എന്താണ് സംഭവിക്കുന്നത്? ചീനായാലും കേരള സർവകലാശാലയിൽ നാടകീയ നീക്കങ്ങൾ പരസ്പരം നടത്തുന്ന അധികാരത്തിന് മേലുള്ള വടംവലി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ കഴിഞ്ഞ ദിവസം വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ വാഹനം പിടിച്ചെടുക്കാനും വാഹനത്തിന്റെ താക്കോൽ കൈപ്പറ്റാനുമൊക്കെ നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ ഇത് സർവകലാശാല കഴിഞ്ഞ ദിവസം തന്നെ തള്ളുകയും ഇന്ന് രജിസ്ട്രാർ അതേ ഔദ്യോഗിക വാഹനത്തിനെ സർവകലാശാലയിൽ എത്തുകയും ചെയ്തു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ വിദേശ വിദ്യാർത്ഥികളുടെ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഓൺലൈൻ യോഗത്തിൽ KS അനിൽകുമാറിനെ ഒഴിവാക്കി മോഹനൻ കുന്നുമ്മൽ ചുമതല നൽകിയ മിനി കാപ്പിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള യോഗം മോഹനൻ കുന്നുമ്മൽ നിലവിൽ ചേർന്നിട്ടുള്ളത്. എന്നാലും കഴിഞ്ഞ 2 ആഴ്ചക്ക് മുകളിലായി മോഹനൻ കുന്നുമ്മൽ സർവകലാശാലയിലേക്ക് എത്തിയിട്ട് ഇതിൽ വലിയ വിമർശനം സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉൾപ്പെടെ ഉയർത്തുന്ന ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം ഓൺലൈനായി ഒരു സർവകലാശാലയുടെ പരിപാടിയിൽ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുന്നത് എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. എന്തായാലും ഇക്കാര്യത്തിൽ ഇപ്പോഴും ഈ സർവകലാശാലയും അതുപോലെ തന്നെ വിസിയും തമ്മിലുള്ള തർക്കം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് കോടതിയിൽ ഉൾപ്പെടെ എത്തുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ട്. രജിസ്ട്രാർ ഒരു തരത്തിലും വിസിയുടെ നടപടിക്ക് വഴങ്ങുന്നില്ല. ഒപ്പം തന്നെ സിൻഡിക്കേറ്റും അതിന് പൂർണ്ണമായ പിന്തുണ നൽകുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ മിനി കാപ്പിനെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഓൺലൈൻ യോഗം വിളിച്ചിരിക്കുന്നത്. ശരി, വിജിൻ വായാന്തോടാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.